കേരളത്തിന് ഈ സാഹചര്യത്തെ എങ്ങനെ ഗുണകരമായി ഉപയോഗിക്കാം എന്ന നിലയിലുള്ള ഒരു തോട്ട് സാധ്യമാണ്. ശരിയാണ്, റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ജലപാതയുടെ കാര്യത്തിൽ അവഗണന ഉണ്ടാവുന്നു. കേരളത്തെ സംബന്ധിച്ച് എയിംസിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നില്ല. ആയുർവേദ എയിംസിന്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നില്ല. പ്രഖ്യാപനങ്ങളിൽ കേരളമില്ലെങ്കിലും ഈ പറഞ്ഞ നമ്പേഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഗുണകരമാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുമോ? അല്ല, അതിനിപ്പോൾ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇന്ത്യക്ക് വേണ്ടി ആകമാനമുള്ള ബജറ്റാണ്, നിങ്ങൾ കേരളം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേസമയം നമ്മളിപ്പോൾ നമ്മുടെ ചോദ്യം അതാണ്, കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്നുള്ളതാണ് ചോദ്യം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മറ്റ് മേഖലകൾക്ക് കൊടുക്കുന്നത് പോലുള്ളൊരു വിഹിതം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിന് കിട്ടണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ബീഹാറിൽ ചെയ്ത കാര്യത്തെക്കുറിച്ച്, ഇലക്ഷന് മുമ്പായിട്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മഖാന ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം ബജറ്റിൽ ധനകാര്യമന്ത്രി കഴിഞ്ഞ വർഷം ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുകയുണ്ടായി. അത് കൃത്യമായിട്ടും ബീഹാറിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ മഖാന ബോർഡ് സ്ഥാപിക്കുന്നത്. എന്താണ്? താമരക്കുരു സംസ്കരിക്കാനുള്ള ബോർഡ്. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ നല്ല കാര്യം, നമുക്കതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ജാക്ക് ഫ്രൂട്ട് ബോർഡ് നമുക്കറിയാമല്ലോ എത്രയോ പ്രധാനപ്പെട്ടതാണ്. മക്കാനേക്കാളൊക്കെ കൂടുതൽ എത്രയോ ആളുകൾ നമ്മുടെ ഈ രാജ്യത്ത് മുഴുവനും, അതല്ലെങ്കിൽ നമ്മുടെ ഈ തെക്കേ ഇന്ത്യൻ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ജാക്ക് ഫ്രൂട്ട്, ചക്ക, അത് സംസ്കരിച്ച് അത് വിപണനം ചെയ്യാനുള്ള, അത് വലിയ തോതിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ബോർഡ് എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ? കേരളം ആസ്ഥാനമായി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബജറ്റിൽ തന്നെ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കാത്തിരുന്ന് കാണുക, നോക്കുക, ഇതിലേതെങ്കിലും കേരളത്തിൽ വരുമോ? ആയുർവേദത്തിൻ്റെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 3 സ്ഥാപിക്കുമെന്ന് പറയും, ഒരെണ്ണം കേരളത്തിൽ. ഇത് നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, അവഗണനയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ വിഴിഞ്ഞത്തിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഈ വിഴിഞ്ഞത്തിൻ്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് VGF കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ്? ശ്രീ ഗോപാലകൃഷ്ണൻ അതേക്കുറിച്ചൊന്ന് പറയണം. അവഗണനയാണോ അല്ലയോ എന്നൊന്ന് പറയണം. VGF എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പൊതു പദ്ധതി വരുമ്പോൾ അതിൽ സ്വകാര്യ പണമുടക്ക് വരാൻ വേണ്ടി അവർക്കൊരു പക്ഷേ ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, ഫണ്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സഹായമാണ്. അത് ഗ്രാൻഡായിട്ടാണ് എപ്പോഴും കൊടുത്തിട്ടുള്ളത്. കേരളത്തിന് മാത്രം അത് ലോണായിട്ട്, അതും വിഴിഞ്ഞം പോലുള്ള ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് എടുത്ത സമീപനം എന്താണ്? വെറും 880 കോടി രൂപ VGF വിഴിഞ്ഞത്തിന് കൊടുത്തപ്പോൾ അത് ഗ്രാൻഡായി കൊടുക്കേണ്ടതിന് പകരം ലോണായി കൊടുത്തു. മാത്രവുമല്ല 10 വർഷം മറ്റോ കഴിഞ്ഞ് അത് അന്നത്തെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ തിരിച്ചടയ്ക്കണമെന്നുള്ള കണ്ടീഷനോട് കൂടിയാണ് കൊടുക്കുന്നത്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ട്യൂട്ടിക്കോറിൻ ഔട്ടർ ഹാർബർ പ്രോജക്റ്റ് സമാന രീതിയിലുള്ളൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് VGF കൊടുത്തപ്പോൾ അത് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണനയോ അല്ലെങ്കിൽ ഒരു പക്ഷപാതമല്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ദേശീയ താല്പര്യങ്ങൾ മറന്നോ ദേശീയ തലത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനോ ഒന്നും തടസ്സമായിട്ട് പറയുകയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത്. ഇവിടെ പറഞ്ഞു MSMEയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ MSME ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് 10,000 കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. അതിലൂടെ MSMEകൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കും. അത് എന്താണ് പറയുക, ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നൊരു മേഖലയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് MSME രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് ഫ്യൂച്ചർ MSMEകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്, വകയിരുത്തിയിട്ടുള്ളതാണ് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെയൊക്കെ അടുത്ത് എത്രയോ പരാതികളാണ് കിട്ടുന്നത്. അവർക്ക് നേരിടുന്ന ബാങ്കുകളിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, അവർ എത്രയോ MSMEകളെ അതിൻ്റെ റിജുവനേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ആ പദ്ധതികളൊന്നും നടപ്പാക്കാതെ അവർക്കെതിരെ 90 ദിവസം കഴിഞ്ഞാൽ കുടിശ്ശിക വന്നാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ബാങ്ക് എടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നത് നിലവിലുള്ള MSMEകളെ സംരക്ഷിച്ചിട്ട് വേണമല്ലോ പുതിയ MSMEകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ബജറ്റ് എടുത്തിട്ടുള്ള സമീപനത്തോട് നമുക്ക് യോജിക്കാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ സമയം വല്ലാതെ അതിക്രമിക്കുകയാണ്.